ഹലോ ഗൈസ്, വെൽക്കം ടു 3 Trends ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നമ്മളൊരു പുതിയ ക്വാർട്ടറിലേക്ക് വന്നല്ലേ, അപ്പം നമ്മളേതായ എന്തെങ്കിലും ഒരു കലാവിരുദ്ധം അവിടെ കാണിക്കണമല്ലോ. അത് വിചാരിച്ച് ഇതാ ഒരു ചുമരിലിതാ ഇവിടെ ആയിട്ട് കേട്ടോ, വീടിൻ്റെ പുറകുവശത്തായിട്ട് വരും. അതാ ഇവിടെ ഞങ്ങളൊരു ചിത്രം വരയ്ക്കാൻ പോവാണ്. റൗണ്ടിലൊക്കെ വരയ്ക്കുന്നത്, റൗണ്ടൊന്നും ആയില്ല, പക്ഷേ ചിത്രം വരച്ച് വരുമ്പോഴേക്കും റൗണ്ടാവും കേട്ടോ. ഇതാണ് നമ്മുടെ പുറകുവശം കേട്ടോ. കാടുകളും പടലുകളുമാണ് ഗൈസ്, പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ചിത്രം വരയ്ക്കുമ്പോഴും നല്ലൊരു പ്രതീതി കിട്ടും. എന്ന് വെച്ചാൽ കാടും നോക്കി വരയ്ക്കാമല്ലോ. അപ്പോൾ ഇതാ വരച്ച് ഏകദേശം ഞാൻ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. ഒരു താമരയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് വരയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം നമ്മളിതാ ബാക്ക്ഗ്രൗണ്ട് റെഡ് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വരച്ച് നോക്കാം നമുക്ക് എവിടെ എത്തുന്നു. ഈ സമയത്ത് നല്ല ചൂടാട്ടോ. ഉച്ച ഒരു സമയത്താണ് ഞാൻ വരച്ചത്, കാരണം എല്ലാവരും ഉറങ്ങുന്ന ടൈമാണല്ലോ. അപ്പോൾ ആരും നമ്മളെ ചിത്രം വരയ്ക്കണ കാണൂലല്ലോ. വരച്ച് മൊത്തം കഴിഞ്ഞിട്ട് കണ്ടാൽ മതി. അതുകൊണ്ട് ഞാനൊരു 3 മണി ടൈമിലാണ് വരച്ചത്. 3-3:30 ആയിട്ടുണ്ടാവും. ആദ്യം നമ്മളെ താമരയ്ക്ക് പ്രതീക്ഷിച്ച കളറൊന്നും കിട്ടിയില്ല കേട്ടോ. ഞാൻ പിന്നെ റെഡും വൈറ്റും ഒക്കെ മിക്സ് ആക്കിയിട്ട് ഒരു റോസ് കളറൊക്കെ ആക്കി. അങ്ങനെയാണ് ഞാനിത് ഈ കളർ കിട്ടിയത് കേട്ടോ. അങ്ങനെ ഞാൻ താമര മൊത്തമായിട്ട് ഫിനിഷ് ചെയ്യാതെ ഞാൻ അടുത്തയിലേക്ക് കടന്നു, ഏകദേശം ഗ്രീനിലേക്ക് കടന്നു. നല്ല ചൂടാട്ടോ, ഭയങ്കര ചൂടുണ്ട്, നല്ല വിങ്ങണുണ്ട് കേട്ടോ. ചുറ്റുപാടൊക്കെ നോക്കിയാൽ അറിയാം എൻ്റെ അമ്മ, ചുറ്റുപാടും കാടാണ്. പക്ഷേ എന്നാലും നല്ല കാറ്റുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടും കാറ്റൊന്നുമില്ല, ഭയങ്കര ചുട്ടുപൊള്ളുന്ന വെയിലാണ് ഗൈസ്. അങ്ങനെ വരച്ച് വന്നപ്പോഴേക്കും റൗണ്ടെല്ലാം കൂടി ഒരു ഓവൽ ഷേപ്പിലേക്ക് മാറുന്നുണ്ടോ എന്നൊരു സംശയം. എന്തായാലും കുഴപ്പമില്ല, വരച്ചതല്ലേന്ന് വിചാരിച്ച് ഞാൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് വരച്ച് നമ്മൾ ഫിനിഷിങ് സ്റ്റേജ് എത്തിയിരിക്കുന്നു. ഇതാ എങ്ങനെയുണ്ട് എൻ്റെ പിക്ചർ ഗൈസ്. നെക്സ്റ്റ് ഒരു പിക്ചർ കൂടി വരച്ചു. നമ്മുടെ ഹോളിലായിട്ട് നല്ലൊരു അടിപൊളി മയിലിനെ വരയ്ക്കാൻ നോക്കിയതാട്ടോ. അപ്പോൾ അടിപൊളി മയിലാണെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ കയ്യിലൊരു ചുമര് കിട്ടിയാൽ അതിനെ നമ്മൾ ഇങ്ങനെയൊക്കെ എടുത്ത് മാറ്റി മറിക്കും കേട്ടോ. അപ്പം കുറച്ച് നമ്മൾ മയിലിനൊന്ന് മോഡേൺ ആക്കി വരച്ചതാണ് കേട്ടോ. ഈ പിക്ചർ ഞാൻ നെക്സ്റ്റ് ഡേ ഒരു ഉച്ചക്കായിട്ടാട്ടോ വരച്ചത്. എപ്പോഴും ഞാൻ ഉച്ച ടൈമിലാണ് വരയ്ക്കുന്നത്, കാരണം ആ സമയത്താണ് ഞാൻ ഫ്രീ ഉണ്ടാവുക. ഒരു പണിയും ഇല്ലാത്ത ടൈം ആ സമയത്താണല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ഉച്ച സമയം 2:30-3 മണി ടൈമിലാണ് ഞാൻ ഈ പിക്ചറൊക്കെ വരയ്ക്കാം. അപ്പം നമ്മളെ മോഡേൺ പീക്കോക്കിനെ ഇഷ്ടമായാൽ ഒരു കമൻ്റ് അടിക്കാൻ മറന്നു പോകരുത് കേട്ടോ. ചുമരൊന്നും വെറുതെ കിടക്കാൻ പാടില്ല, ഇത്തിരി സ്പേസ് എനിക്ക് കിട്ടിയുള്ളൂ. എനിക്കത് കണ്ടപ്പം തന്നെ ഈ ചുമരിൽ വെറുതെ ഇങ്ങനെ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടപ്പോൾ ഒരു ചിത്രം വരയ്ക്കാൻ തോന്നിയ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഈ ചിത്രങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, ബൈ.